സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. ഗരുഡ പഞ്ചമി ഭാഗം 3. മുറിയിൽ വീശുന്ന കാറ്റിന് മുല്ലപ്പൂവിന്റെ ഗന്ധമുണ്ടോ? കുഞ്ഞനച്ഛൻ ശ്വാസം പിടിച്ചു നോക്കി. കുന്തിരിക്കത്തിന്റെ ഗന്ധമല്ലാതെന്ന് എളുപ്പം തിരിച്ചറിയുകയും ചെയ്തു. ഫാദർ ഗീവർഗീസ് വീണ്ടും ഫിലിപ്പോസിനോട് ചോദ്യം ആവർത്തിച്ചു. എന്താ പീലിപ്പോസേ, നീ എന്തിനാ ഭയപ്പെടുന്നേ? ഭയം കൊണ്ട് മിഴിഞ്ഞ മിഴികളോടെ പീലിപ്പോസ് എന്ന കുഷ്ണിക്കാരൻ അച്ഛനെ നോക്കി. ദയനീയമായിരുന്നു ആ നോട്ടം. ഭീതി കൊണ്ട് മിഴിഞ്ഞ അയാളുടെ കണ്ണുകൾ ഗീവറുഗീസച്ചിന് തെല്ലൊരതിശയം പകർന്നുകൊടുത്തു. എന്തുണ്ടായി? അച്ഛൻ വീണ്ടും ചോദിച്ചു. പീലിപ്പോസിന്റെ കണ്ണുകൾ വാതിൽക്കലേക്ക് വിഹ്വലതയോടെ ചേർന്നു നിന്നു. അവൻ ഭയപ്പെടത്തക്ക വിധത്തിൽ ഏത് അതിഥിയാണ് വന്നിരിക്കുന്നതെന്ന് അച്ഛന് കൗതുകമായി. അച്ഛൻ വാതിൽക്കലേക്ക് നീങ്ങി. മലർക്കെ തുറന്ന വാതിൽപ്പാളിയിലൂടെ ഉമ്മറത്തേക്കും മുറ്റത്തേക്കും മിഴികൾ പരതി. ആരുമില്ല. മണിയടിച്ച അതിഥി പോലും. അച്ഛൻ പീലിപ്പോസിന്റെ നേരെ തിരിഞ്ഞു. ആരായിരുന്നു വന്നത്? അച്ഛന്റെ നെറ്റിയിൽ അത്ഭുതത്തിന്റെ ചുളിവുകൾ. എന്നിട്ടയാൾ എവിടെ പോയി? ഞാൻ വാതിൽ തുറന്നപ്പം ഒരു കറുത്ത ഭീമൻ പൂച്ച മണിച്ചിരടിൽ കടിച്ചു വലിക്കുന്നു. അതെ അച്ചോ, ആ ജന്തുവാണ് മണിയടിച്ചത്. അതെന്റെ നേരെ തുറിച്ചു നോക്കി. ഞാൻ ഭയന്നുപോയി. പീലിപ്പോസ് വിറകൊണ്ടു. ഞാൻ ഇന്നോളം വലിയ ഇത്രയും പൂച്ചയെ കണ്ടിട്ടില്ല. പീലിപ്പോസ് പൂർത്തിയാക്കി. എന്തോ ആലോചിച്ച് അച്ഛൻ ഒരു ഞൊടിയിടെ നിന്നു. പിന്നെ പഴയതുപോലെ വാതിൽ ചാരി സാക്ഷിയിട്ടു. പീലിപ്പോസിന് ഒരു വിശദീകരണവും നൽകാതെ അച്ഛൻ അകത്തേക്ക് തന്നെ മടങ്ങി. കുശിനിക്കാരനും അച്ഛന്റെ നിഴൽ പോലെ മുറിവാതിൽക്കലേക്ക് ചെന്നു. അച്ഛന്റെ സാമീപ്യത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കാൻ അയാൾക്ക് വല്ലാത്തൊരു വിഷമം പോലെ. കാര്യമൊന്നും മനസ്സിലാകാതെ കുഞ്ഞനച്ഛൻ കയ്യും കെട്ടി നിൽക്കുകയായിരുന്നു. അച്ഛൻ തന്റെ ഇരിപ്പിടത്തിൽ ചെന്നിരുന്നു. അച്ഛന്റെ കണ്ണുകൾ കുഞ്ഞനച്ഛനെ ആകെ ഒഴിഞ്ഞു. തന്റെ മനസ്സ് തുറന്ന് ആ കണ്ണുകളെല്ലാം കണ്ടുപിടിക്കുമെന്ന് കുഞ്ഞനച്ഛന് തോന്നി. അയാൾ സ്വയം ചുരുങ്ങിപ്പോയി. എന്താ പേര് പറഞ്ഞത്? കുഞ്ഞനച്ഛൻ എന്നല്ലേ? അച്ഛൻ സൗമ്യനായി ചോദിച്ചു. അതെ അച്ചോ. എന്താ സംഗതി? വിശദമായി പറയൂ. എന്റെ ഊഹം ശരിയാണെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും കേൾക്കട്ടെ, ഒന്നും മറച്ചു വെക്കരുത്. അത് അച്ഛന്റെ ഒരു മനഃശാസ്ത്രമായിരുന്നു. ഇത്ര അകലത്തിൽ നിന്ന് തന്നെ കാണാൻ വന്നവനെന്ന് പറഞ്ഞപ്പോഴേ അയാളെ അച്ഛൻ പഠിച്ചു കഴിഞ്ഞു. ആഗതനെ നിർവീര്യനാക്കിയാൽ അയാൾ ഉള്ളു തുറന്ന് സംസാരിക്കും. രക്ഷിക്കാൻ കഴിയില്ലെന്നറിയുമ്പോൾ എങ്ങനെയും രക്ഷിക്കണമെന്ന് കേഴും. ആ കേഴൽ മിക്കവാറും ഉള്ളിലിരിക്കുന്ന സത്യം പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ആ സത്യം അറിഞ്ഞാലേ പ്രതിവിധി നിർദ്ദേശിക്കാനാവൂ. അച്ഛന്റെ വാക്കുകൾ കേട്ടപ്പോൾ കുഞ്ഞനച്ഛന്റെ മനസ്സിടിഞ്ഞു. ഇവിടെയും അഭയം നിഷേധിക്കപ്പെട്ടാൽ തന്റെ അവസ്ഥ എന്താകും? അതൊരു നടുക്കമുണ്ടാക്കുന്ന ഓർമ്മയായിരുന്നു. അച്ചോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം പറയാം. അച്ഛൻ എന്നെ കൈവെടിയരുത്. കുഞ്ഞനച്ഛൻ കരയാൻ പോവുകയാണെന്ന് അച്ഛന് തോന്നി. അപ്പോൾ ഉമ്മറത്തെ മണി വീണ്ടും ശബ്ദിച്ചു. പീലിപ്പോസിന്റെ ദയനീയമായ മുഖം വാതിൽക്കൽ. ഞാൻ നോക്കാം, നീ പോകണ്ട. അച്ഛൻ എഴുന്നേറ്റു. അദ്ദേഹം വളരെ മെല്ലെ, പാദപതന ശബ്ദം പോലും ഉണ്ടാക്കാതെ വാതിൽക്കലേക്ക് നീങ്ങി. അതേ അവധാനതയോടെ സാക്ഷി മാറ്റി. മണിനാഥം ഇടവിട്ട് അപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു, മരണമണി പോലെ. ഒറ്റയും പെട്ടയുമായി അത് ഒരേ താളത്തിൽ ശബ്ദിച്ചുകൊണ്ടിരുന്നു. വാതിൽ തുറക്കപ്പെട്ടതും ഒരു കരിമ്പൂച്ച ക്രുദ്ധനായി അച്ഛന് നേരെ താഴാനൊരുങ്ങിയതും ഒരുമിച്ചായിരുന്നു. വലതുകൈ മുന്നോട്ട് നീട്ടി അച്ഛൻ എന്തോ ഒന്ന് മന്ത്രിച്ചു. ഒരു ദയനീയമായ ഞരക്കത്തോടെ ആ ജന്തു നിർവീര്യനാകണമെന്ന് അദ്ദേഹം കണ്ടു. പൊയ്ക്കോ, ഇവിടെ ഇനി കയറരുത്. നീ ഉദ്ദേശിക്കുന്ന സ്ഥലമല്ലിത്. പൊയ്ക്കോ. തനിയെ പോകുന്നോ അതോ ഞാൻ പറഞ്ഞയക്കണോ? വളരെ മെല്ലെയാണ് അച്ഛൻ സംസാരിക്കുന്നത്. എന്നിട്ടും പീലിപ്പോസ് അത് തിരിച്ചറിഞ്ഞു. ഇതിനു മുൻപുണ്ടാകാത്തൊരു അനുഭവം. ആ ആദ്യാനുഭവത്തിന്റെ നടുക്കത്തിൽ നിന്ന് മുക്തനാവാൻ കഴിയാതെ അയാൾ നിന്നെടുത്ത് നിന്ന് അനങ്ങാതെ നിന്നു. ആ ജന്തുവിന്റെ വരവിലും അച്ഛന്റെ സംസാരത്തിലും എന്തോ പന്തികേടില്ലേ? അകലെ നിന്ന് അച്ഛനെ കാണാൻ വരുന്നവരുടെ സംസാരത്തിൽ നിന്ന് അത്തരം ജന്തുക്കളെ പീലിപ്പോസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളാണത്രേ അവറ്റകൾ. നായയായും നരിയായും കരിമ്പൂച്ചയായും ചിലന്തിയായും പെരുച്ചാഴിയായും കടവാതിലുകളായും അവറ്റകൾ രൂപപരിണാമങ്ങൾ വരുത്തും. ജീവിച്ചിരുന്നപ്പോൾ അവരെ ഉപദ്രവിച്ചിട്ടുള്ളവരുടെ പിന്തലമുറകൾ വരെ വിടാതെ അവറ്റകൾ അനുധാവനം ചെയ്യും. കുറെയൊക്കെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓർത്താൽ ഉറക്കം കെടുക്കുന്ന ഭയകാരണങ്ങളായ സംഭവങ്ങൾ തന്നെ എത്ര. വാതിലടച്ച് സാക്ഷിയായിട്ടിട്ട് കുഞ്ഞനാച്ചിനെയും കൂട്ടി അച്ഛൻ പള്ളിയിലേക്ക് നടന്നു. കുമ്പസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? ആയിക്കോട്ടെ, അതിനുശേഷം ബാക്കി സംസാരിക്കാം. കുഞ്ഞനച്ഛൻ കുമ്പസാരക്കൂട്ടിൽ കയറി നിന്നു.
അതിദ്രുതം മിടിക്കുകയാണ് ആ ഹൃദയം. മനസ്സിന്റെ വീർപ്പുമുട്ടൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ കുറേയേറെ ആശ്വാസം ലഭിക്കും. ഒരച്ഛനോടാകുമ്പോൾ അത് രണ്ടാമതൊരാൾ അറിയുകയുമില്ല. കുഞ്ഞനാച്ചൻ മനസ്സുകൊണ്ടൊരു തയ്യാറെടുപ്പ് നടത്തി. അയാളുടെ മുഖത്തെ വൈഷമ്യങ്ങളുടെ നിഴലും കരിമ്പൂച്ചയുടെ അനുഗമനവും അച്ഛന് തന്നെ സംശയത്തിന് ഇടകൊടുത്തിരുന്നു. ഏതോ ഒരാത്മാവ് പിന്തുടരുന്നുണ്ട് ഈ മനുഷ്യനെ. പള്ളിമേട വരാൻ ഒട്ടും ഭയക്കാത്ത ഒരാത്മാവ്. അങ്ങോട്ട് ചോദിക്കാതെ തന്നെ വിവരമറിയണം. കുമ്പസാരിക്കണമെന്ന് പറയുകയും ചെയ്തല്ലോ. കുമ്പസാരക്കൂട്ടിൽ കയറി നിന്നപ്പോൾ കുഞ്ഞനാച്ചൻ ഒരാശ്വാസം തോന്നി. മറച്ചു വെച്ചിരുന്നതെല്ലാം സ്വയം അറിയാതെ എന്നോണം വാർന്നു വീണു. കൂട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അയാളെ ആകെ വിയർത്തിരുന്നു. ഈ വർഗീസച്ചൻ കുഞ്ഞനാച്ചനെ ആശ്വസിപ്പിച്ചു. കഴിഞ്ഞു പോയതിനെ ഓർത്ത് ഇനി ഖേദിച്ചിട്ട് പ്രയോജനമില്ല. അത് കൂടാതെ കഴിക്കണമായിരുന്നു. ഇപ്പോൾ എന്റെ സംശയം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ആട്ടെ, വരൂ. അച്ഛൻ മേടയിലേക്ക് നടന്നു. ഒരു നിഴലായി പിന്നാലെ കുഞ്ഞനാച്ചനും. ഇയാൾക്ക് ഭവിച്ചിരിക്കുന്ന ദുരന്തം അത്ര വേഗം ഒഴിഞ്ഞു പോകുന്നതല്ലെന്ന് അച്ഛന് തീർച്ചയുണ്ടായിരുന്നു. ബ്രഹ്മരക്ഷസാണ് പിന്തുടരുന്നത്. സാധാരണ വല്ലതുമാണെങ്കിൽ ഒഴിച്ചുവിടാൻ എളുപ്പമായിരുന്നു. ഇതങ്ങനെയല്ല. ബ്രാഹ്മണന്റെ ആത്മാവ് അതിദ്രുതം ശക്തി പ്രാപിക്കുകയാണ്. അതൊന്നും ഇയാളോട് പറയാനും വയ്യ. ആട്ടെ, 2 ആൺമക്കളുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിലൊരാളെ അച്ഛനാകാൻ വിടൂ. പട്ടക്കാരനുള്ള വീട്ടിൽ പരകായ പ്രവേശത്തിനൊരു നീച ആത്മാവും പ്രാപ്തനല്ല. അതുടനെ ആയിക്കൊള്ളട്ടെ. ഇപ്പോ ഞാൻ ജപിച്ച 2-4 കുരിശുരൂപം തരാം. അത് വീട്ടിലുള്ള എല്ലാവരും എല്ലായ്പ്പോഴും കഴുത്തിലിടണം. പുറത്തിറങ്ങുമ്പോൾ ഒരിക്കലും അതില്ലാതെ വരരുത്. പൊയ്ക്കോളൂ. 1-2 ആഴ്ച കഴിഞ്ഞ് വിവരം എന്നെ അറിയിക്കൂ. ഗീവർഗീസച്ചൻ സമ്മാനിച്ച കുരിശുരൂപങ്ങൾ 2 കൈയും നീട്ടി വാങ്ങുമ്പോൾ കുഞ്ഞനാച്ചന്റെ കൈകൾ വിറയാർന്നു. പിന്നീട് അച്ഛൻ കൂടുതലൊന്നും പറഞ്ഞില്ല. കുഞ്ഞനാച്ചൻ യാത്രയായി. അയാൾ പള്ളിയങ്കണം വിട്ടിറങ്ങുമ്പോൾ കുട്ടിക്കാട്ടിലെങ്ങ് ഒളിച്ചിരുന്ന ആ കറുത്ത പൂച്ച അനുധാവനം ചെയ്യാൻ തുടങ്ങുന്നത് മേടയിലിരുന്ന് അച്ഛൻ കണ്ടു. ഇല്ല, തൽക്കാലം അയാൾക്ക് അപകടമൊന്നും സംഭവിക്കില്ല. അച്ഛന്റെ മനസ്സ് മന്ത്രിച്ചു. എന്നാലും ആ മുഖം സംതൃപ്തമല്ലായിരുന്നു. ദൈവത്തിന് നിരക്കാത്തത് ചെയ്തതിന്റെ പേരിൽ കുരിശു ചുമക്കാൻ വിധിക്കപ്പെട്ടവനാണ് അയാൾ. അത്ര വേഗം ശാന്തി ലഭിച്ചെന്ന് വരില്ല. കുഞ്ഞനാച്ചൻ തന്നെ പിന്തുടരുന്ന അപകടത്തെക്കുറിച്ച് അറിഞ്ഞതേയില്ല. അച്ഛൻ നൽകിയ ഉപദേശത്തെക്കുറിച്ച് മാത്രമായിരുന്നു അയാളുടെ ചിന്ത. കയ്യിലിരിക്കുന്ന കുരിശുരൂപങ്ങൾ തന്നെയും തന്റെ കുടുംബത്തെയും രക്ഷിക്കുമെന്ന് തന്നെ അയാൾ വിശ്വസിച്ചു. തൊമ്മിയാണെങ്കിൽ ഇപ്പോഴേ ഒരച്ഛന്റെ മട്ടിലാണല്ലോ ജീവിക്കുന്നത്. അച്ഛനാകിയെന്ന് വെച്ചാൽ അവൻ അതിൽ പരം ഒരു ആനന്ദം ഉണ്ടാകാനിടയില്ല. അവനെ പട്ടക്കാരനാക്കണം. അയാൾ തീർച്ചപ്പെടുത്തി. അതോടെ തങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ കാർമിക ശകലങ്ങൾ ഒഴിഞ്ഞു മഴിക്കൊള്ളും. ഏറിയാൽ 2-3 വർഷങ്ങൾ. അതുവരെ അച്ഛൻ തന്ന ഈ കുരിശുരൂപങ്ങൾ ഒരു രക്ഷാകവചം പോലെ തങ്ങളെ കാത്തു രക്ഷിച്ചുകൊള്ളും. മനസ്സിൽ സ്വപ്നങ്ങളുടെ ഒരു മണൽക്കൊട്ടാരവും പണിതു നടന്ന കുഞ്ഞനച്ഛൻ തന്നെ അനുധാവനം ചെയ്തുകൊണ്ടിരുന്ന കരിമ്പൂച്ച ഒരു കരിങ്കൂട്ടനായ കാളയുടെ രൂപം പ്രാപിച്ചത് കണ്ടതേയില്ല. അയാൾ പഞ്ചായത്ത് വഴിയുടെ ഒരു തിരിവിലെത്തിയ മുഹൂർത്തം കാട് പിടിച്ച വേലി പടർപ്പിനിടയിൽ നിന്ന് ആ കൂറ്റൻ കാള കുഞ്ഞനാച്ചന്റെ മുന്നിലേക്ക് മുക്രയിട്ട് ചാടി വീണു. അയാൾ പകച്ചു. അറിയാതെ 2 ചുവട് പിന്നോട്ട് നീങ്ങുകയും ചെയ്തു. കാളക്കൂറ്റൻ മുക്രയിട്ടുകൊണ്ട് അയാൾക്ക് നേരെ കുതിച്ചു ചാടി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാക്രമണം. അപ്രതീക്ഷിതമായി ഭവിച്ച നടുക്കം. അച്ഛൻ നൽകിയ കുരിശുമാലകൾ കയ്യിലുണ്ടെന്ന് ആ നിമിഷം മറന്നു പോവുകയും ചെയ്തു. അതിദ്രുതം പിന്തിരിഞ്ഞോടി തുടങ്ങിയപ്പോഴാണ് ഉപബോധ മനസ്സിന്റെ ഓർമ്മപ്പെടുത്തലെന്നോണം ആ തോന്നലുണ്ടായത്. ദുരന്തം ഒരു നിഴൽ പോലെ തന്നെയും തന്റെ കുടുംബാംഗങ്ങളെയും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നല്ലോ. ഇവ തന്നെ രക്ഷിക്കില്ലേ? ഓടുന്നതിനിടയിൽ കുഞ്ഞനാച്ചൻ മഴയിൽ നിന്ന് പൊതിയെടുത്തു. കുരിശ് വരച്ചുകൊണ്ട് കടലാസ് പൊതി അഴിക്കുകയും കുരിശുമാലകൾ ഒന്നൊഴിയാതെ സ്വന്തം കഴുത്തിലിടുകയും ചെയ്തു. എങ്ങുന്നെന്നറിഞ്ഞില്ല ഒരു വിപതി ധൈര്യം. തന്നെ ആകെ പൊതിയുന്നതായൊരു തോന്നൽ. പിന്നെ ഓടാൻ തോന്നിയില്ല. തിരിഞ്ഞു നിന്നു. തോണ്ടിയെറിയാൻ കൊമ്പുകുളിക്കിയടുത്ത കാളക്കുട്ടൻ പൊടുന്നണി നിന്നു. 10-15 അടി അകലം മാത്രം. ക്രൂരമായ അതിന്റെ ചെമ്പൻ മിഴികൾ കുഞ്ഞനച്ഛനെ കുത്തിവലിച്ചു. ധൈര്യമിതാ 100 മടങ്ങായി മനസ്സിലേക്ക് കുതിച്ചെത്തുന്നു. കുഞ്ഞനച്ഛൻ കുരിശുമാലയുടെ ശക്തി ഒന്ന് പരീക്ഷിച്ചറിയാൻ തന്നെ തീരുമാനിച്ചു. 2 ചൂടുകൾ കാളയുടെ മുന്നിലേക്ക് വെച്ചു. അത്ഭുതമാണ് ഭവിച്ചത്. അതാ ആ ജന്തു അത്രയും ദൂരം പിന്നോട്ട് ചലിക്കുന്നു. തന്നെ ഭയപ്പെടുത്തി ഓടിച്ച ആ കാളക്കൂട്ടിനെ ഒന്ന് ഓടിക്കണമെന്ന് കുഞ്ഞനാച്ചന് തോന്നി. തോന്നലും പ്രവൃത്തിയും ഒരുമിച്ച് കഴിഞ്ഞു. മുന്നോട്ട് കുതിച്ച കുഞ്ഞനാച്ചനെ ഭയന്ന് കാള പിന്തിരിഞ്ഞോടി. കുറച്ചു ദൂരം മാത്രം. വഴിയിറമ്പിലെ കാട്ടുപൊന്തയിലേക്ക് ചാടിക്കയറിയ
ആ ജന്തുവിന്റെ ഗന്ധം പോലും പിന്നീടവിടെ അവശേഷിച്ചിരുന്നില്ല. ആഹ്ലാദം അതിന്റെ പരമകോടിയിലെത്തി. ഇതാ മോചനം. തന്നെയും തന്റെ കുടുംബത്തെയും കർത്താവിന്റെ ഈ അടയാളം കാത്തുരക്ഷിക്കും. കുഞ്ഞനാച്ചനത് 100 വട്ടം ഉറപ്പായി കഴിഞ്ഞു. ആഹ്ലാദോന്മത്തനായാണ് കുഞ്ഞനാച്ചൻ വീട്ടിൽ ചെന്ന് കയറിയത്. ചെന്നപാടെ മറിയാമ്മയ്ക്കും പാപ്പച്ചനും തൊമ്മിക്കുഞ്ഞിനും ഓരോ കുരിശുമാലകൾ നൽകി. എല്ലായ്പ്പോഴും ഇത് നിങ്ങളുടെ കഴുത്തിലുണ്ടായിരിക്കണം, നഷ്ടപ്പെട്ടതെന്ന അച്ഛൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോടാ പാപ്പച്ച. പിന്നെ അച്ഛനെ കണ്ടതും വഴിയിലുണ്ടായതും മക്കളെയും ഭാര്യയെയും പറഞ്ഞു കേൾപ്പിച്ചു. ആ കൂട്ടൻ ഭയപ്പെട്ടോടിയപ്പോൾ തന്നെ ഇതിന്റെ ശക്തി എനിക്ക് ബോധ്യമായി. ഇനി നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. ആ ധൈര്യവുമായി അന്ന് കുഞ്ഞനച്ഛൻ സുഖമായി ഉറങ്ങി. ഉറക്കത്തിൽ ഒരു പേക്കിനാവ് പോലും അയാളെ ഭയപ്പെടുത്തുകയുണ്ടായില്ല. വീട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. പിറ്റേന്ന് ഉണർന്നപ്പോൾ തന്നെ തിരുമേനിയുടെ പുരയിടത്തിലേക്കാണ് കുഞ്ഞനച്ഛൻ കയറിയത്. ഇനി വേണമെങ്കിൽ മുടങ്ങിയ കൂതാശി വീണ്ടും നടത്താം. മനസ്സമാധാനത്തോടെ അന്നാണ് കുഞ്ഞനച്ഛൻ ആ വിശാലമായ പുരയിടം മുഴുവൻ നടന്നു കണ്ടത്. ബ്രഹ്മരക്ഷസ് പോലും. ഇനി ഏത് രക്ഷസാ വരുന്നതെന്ന് ഒന്നറിയാമല്ലോ. വല്ലാതെ ഭയപ്പെട്ടു പോയി. ഇനി അതുണ്ടാവില്ലല്ലോ. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അന്നത് തോന്നിയില്ല. അച്ഛൻ പറഞ്ഞ വലിയൊരു കാര്യം ഇനിയും ബാക്കിയുണ്ട്. തൊമ്മിയെ പട്ടക്കാരനാക്കാൻ വിടുന്ന കാര്യം. ഇന്ന് തന്നെ ഇടവക വികാരിയെ കാണണം. അവനല്ലെങ്കിലും താല്പര്യവും അതിലാണ്. മാത്രമല്ല അതൊരു രക്ഷപ്പെടലാണെന്നാരും പറയില്ല. ഒരു പട്ടക്കാരനുള്ള കുടുംബം ഈ പയ്യപ്പാടിയിൽ ഏതുണ്ട്? ഒരു വെടിക്ക് 2 പക്ഷികളെ ലാഭിക്കാൻ പോവുകയാണ്. അച്ഛൻ പറഞ്ഞ കാലാവധി കഴിഞ്ഞാലും തൊമ്മിയുണ്ടെങ്കിൽ കുടുംബത്തിന് പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല. ഉച്ചവരെ ഇല്ലപ്പറമ്പിൽ ചുറ്റിത്തിരിഞ്ഞ് കുഞ്ഞനാച്ചൻ വീട്ടിലെത്തി. മധ്യാഹ്നത്തിൽ തന്നെ പള്ളിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. മേടയിൽ അച്ഛൻ ഉറക്കമാകും മുമ്പ് ചെന്നാൽ കാര്യങ്ങൾ വിശദമായി സംസാരിക്കാം. കുഞ്ഞനാച്ചൻ പള്ളിമേടയിലേക്ക് യാത്രയായി. വെന്നിമലയുടെ താഴ്വാരങ്ങളിൽ ഇളം വെയിൽ നേർത്ത കുളിരുമായി വിടർന്ന ഒരു പ്രഭാതം. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി തൊമ്മൻ ട്രങ്കുമായി ഉമ്മറത്തേക്കിറങ്ങി വന്നു. പറയേണ്ടവരോടെല്ലാം ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അച്ഛനാകാൻ പോകുന്ന അവനെ എല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്തു. ഒരൊറ്റ ദിവസം കൊണ്ട് കുഞ്ഞനാച്ചന്റെ പദവി പയ്യപ്പാടിയിലെ മീനിടത്തുമെല്ലാം ഉയർന്നു. എന്നാൽ ഇനി സമയം കളയണ്ട, ഇറങ്ങാം. കുഞ്ഞനാച്ചൻ 2ാം മുണ്ട് കുടഞ്ഞ് തോളിലിട്ടു. തൊമ്മി എല്ലാവരെയും ഒന്നുകൂടി നോക്കി. പെട്ടി കയ്യിലെടുത്തു. കുഞ്ഞനാച്ചൻ മുന്നിലും തൊമ്മി പിന്നിലുമായി മുറ്റത്തേക്കിറങ്ങി. അവന്റെ മനസ്സ് ആഹ്ലാദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നെന്നും താൻ ആഗ്രഹിച്ച ഒരു സ്വപ്നം. പള്ളിമേടയിലും ആൾത്താരയ്ക്ക് മുന്നിലുമൊക്കെ ഒരച്ഛനായി താൻ നടക്കുന്നത് എത്രയെത്ര സ്വപ്നങ്ങളിൽ കണ്ട് നിർവൃതി അടഞ്ഞിട്ടുണ്ട്. മുറ്റം കഴിഞ്ഞ് പടിപ്പുറ ഇറങ്ങാൻ തുടങ്ങും മുമ്പ് കുഞ്ഞനാച്ചൻ തിരിഞ്ഞു നിന്നു. കുരിശുമാല കഴുത്തിലില്ലേ മോനെ? ഓ, അതൂരി വെച്ചു. ഇനിയെന്തിനാ അത്? തൊമ്മി ഒട്ടും സംശയിക്കാതെ പറഞ്ഞു. വൈദികനാകാനാണ് താൻ ഒരുങ്ങുന്നത്. എപ്പോഴും കുരിശ് കൈകാര്യം ചെയ്യുന്നയാൾ അപ്പോ പിന്നെ അതെന്തിനാണ് കഴുത്തിലണിയുന്നത്? അത് ഇന്നലെ രാത്രി തന്നെ പൊട്ടിച്ചു കളഞ്ഞു. അത് കളയേണ്ടിയിരുന്നില്ല, കുഞ്ഞനാച്ചൻ പറഞ്ഞു. അപ്പച്ചൻ നടക്ക്, അച്ഛൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. ഒരു നിമിഷം വൈകിയാൽ അത് തന്റെ വൈദിക ഭാവിയെ ബാധിക്കുമെന്ന ഭയമാണ് തൊമ്മിക്ക്. മുറ്റത്തു നിന്ന് പുരയിടത്തിലേക്കുള്ള ആദ്യത്തെ പടിയിലേക്ക് തൊമ്മി കാലെടുത്ത് വെക്കുകയായിരുന്നു. അപ്പോഴാണ് അപശകുനം പോലെ എവിടെയോ നിന്ന് ഒരു നായയുടെ കാലൻകുവൽ ഉയർന്നു. പുരയിടത്തിലെ വലിയ ആഞ്ഞിലിമരത്തിന്റെ ശിഖരത്തിൽ നിന്നൊരു മൂങ്ങ അവരെ തുറിച്ചു നോക്കി. ആ ആഞ്ഞിലിമരത്തിൽ കുടിപാർത്തിരുന്ന അസംഖ്യം കടവാവലുകൾ കൂടി ഇളകിപ്പറക്കാൻ തുടങ്ങി. ആകപ്പാടെ അന്തരീക്ഷത്തിനൊരു മാറ്റം. അതൊരു ഞൊടി നേരം കൊണ്ട് സംഭവിച്ചതുമാണ്. കുഞ്ഞനാച്ചൻ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. തൊമ്മിയെ യാത്രയക്കുവാൻ എത്തിയിരുന്നവരും പരിഭ്രമിക്കുന്നത് കണ്ടു. അപ്പന്റെ മരണസമയത്തും ഇതുപോലെ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടായല്ലോ എന്ന് കുഞ്ഞനാച്ചൻ വിവശതയോടെ ഓർത്തു. അപ്പച്ചൻ തിരിഞ്ഞു നിൽക്കാതെ നടക്ക്. തൊമ്മി അതൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. കുഞ്ഞനാച്ചൻ പുരയിടത്തിലേക്ക് ഇറങ്ങി. പൊടുന്നനെ തൊട്ടടുത്തുണ്ടായിരുന്ന മുളകുകൊടി കയറിയ മരത്തിനടിയിൽ നിന്ന് ഇരുട്ടിന്റെ നിറമുള്ളൊരു പൂച്ച കുഞ്ഞനാച്ചന്റെ തലയിലേക്ക് കുതിച്ചു ചാടി. അപ്രതീക്ഷിതമായ ഒരാക്രമണം. കുഞ്ഞനാച്ചൻ ഉറക്കെ നിലവിളിച്ചു. മുഖത്തേക്ക് ചാടിയതുകൊണ്ട് മാത്രം ആ ക്ഷണം തന്നെ അതെങ്ങോ അപ്രത്യക്ഷമാവുകയും ചെയ്തു. കുരിശുമാല കഴുത്തിലുണ്ടായിട്ടും അപകടം സംഭവിച്ചു. അതെന്തേ അങ്ങനെ സംഭവിക്കാൻ? ഒരു ഉൾക്കിടിലത്തോടെ അപ്പോഴാണ് കുഞ്ഞനാച്ചൻ ഓർമ്മിക്കുന്നത്. അച്ഛൻ പറഞ്ഞ കാലാവധി ഇന്നലെ കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. മകനെ അച്ഛനാക്കാൻ പറഞ്ഞുവിട്ട് ആ അച്ഛനാണ്. അവനെ അതിനയക്കുന്ന കാര്യമെങ്കിലും
പറയാൻ ഇവിടം വരെ പോകേണ്ടതായിരുന്നു. മുഖവും കഴുത്തുമെല്ലാം വല്ലാതെ നീറുന്നു. കുഞ്ഞനാച്ചന് നീറ്റിലുള്ള ഭാഗത്ത് തലോടി. കൈവിരലിൽ നനവ്. നോക്കിയപ്പോൾ രക്തം ചാലിട്ടൊഴുകുകയാണ്. തൊമ്മി അന്തിച്ചു പോയിരുന്നു. അവനെന്തെങ്കിലും പറയാൻ തുടങ്ങും മുമ്പേ ഒരു ചുഴലിക്കാറ്റ് വന്നവരെ പൊതിഞ്ഞു. കണ്ണിലും മൂക്കിലും ധരിച്ചിരുന്ന വസ്ത്രങ്ങളിലുമൊക്കെ ചെമ്മണ്ണ പുതഞ്ഞു. കണ്ണുകൾ പൊത്തിക്കൊണ്ട് കുഞ്ഞനാച്ചൻ മണ്ണിലേക്ക് കുന്തിച്ചിരുന്നു. എന്തോ കുഴപ്പമുണ്ടല്ലോ അപ്പച്ച, തൊമ്മി ഭയചകിതനായി മന്ത്രിച്ചു. കുഞ്ഞനാച്ചൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഉമ്മറത്ത് നിന്നിരുന്നവർ വിഭ്രാന്തിയോടെ അവിടേക്ക് പാഞ്ഞു വന്നു. എടാ പാപ്പച്ച, നീ ചെല്ലും മേട വരെ ഇവന്റെ കൂടെ, എനിക്ക് നടക്കാൻ വയ്യെന്നൊരു തോന്നൽ, കുഞ്ഞനാച്ചൻ വിളിച്ചു പറഞ്ഞു. അത് നേരുമായിരുന്നു. അടിമുടി ഒരു തളർച്ച തന്നെ ആകപ്പാട് കീഴടക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിലത്തേക്ക് ഇരുന്നു പോയത് തന്നെ. പാപ്പച്ചൻ വേഗം ഒരുങ്ങി. ഉടുമുണ്ടിനിടയിൽ ഒരു കടാരി എടുത്ത് തിരികാനും അവൻ മറന്നില്ല. പാപ്പച്ചൻ മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന നേരത്താണ് എല്ലാവർക്കും ആഹ്ലാദം നൽകുന്ന ഒരു കാഴ്ച കാണാനിടയായത്. പടി കയറി ഒരച്ഛൻ വരുന്നു. കുഞ്ഞനച്ഛൻ അത് അത്ഭുതത്തോടെ ആദരവോടെ സ്തുതിച്ചൊല്ലി. അച്ഛന്റെ കാര്യം കുണ്ഠിതത്തോടെ ഇപ്പോൾ ഓർത്തതേയുള്ളൂ. ഇത് അത്ഭുതമല്ലെങ്കിൽ മറ്റെന്താണ്? അച്ഛോ, അച്ഛൻ ക്ഷമിക്കണം. അച്ഛൻ പറഞ്ഞതുപോലെ ഞാനിവനെ പട്ടക്കാരാക്കാൻ അയക്കുകയാണ്. അച്ഛനോട് വന്ന് പറയാൻ കഴിഞ്ഞില്ല. കുറ്റബോധത്തോടെ കുഞ്ഞനച്ഛൻ നിൽക്കുകയാണ്. അത് സാരമില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ പുഞ്ചിരിച്ചു. അച്ഛനെ കുടുംബാംഗങ്ങൾക്ക് കുഞ്ഞനച്ഛൻ പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ നല്ല സമയത്ത് തന്നെയാണല്ലോ വന്നത്. ഇവിടത്തെ ഇടവകയിലെ അച്ഛനെ കാണാൻ ഇറങ്ങിയതാണ്. ഞാൻ പള്ളിയിലേക്കാണ്, അച്ഛൻ പറഞ്ഞു. അവിടെ അപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ കുഞ്ഞനച്ഛൻ അച്ഛനെ പറഞ്ഞു കേൾപ്പിച്ചു. സാരമില്ല, എല്ലാം ഉടനെ ശരിയാകും. അതിനല്ലേ തൊമ്മി പോകുന്നത്. ഒരു കാര്യം ചെയ്യൂ, ഇവൻ എന്റെ കൂടെ പോരട്ടെ. നിങ്ങൾ ആരും പോരണമെന്നില്ല. പള്ളി വരെ എനിക്കുമൊരു കൂട്ടായല്ലോ. വലിയ ഉപകാരം അച്ചോ. കുഞ്ഞനച്ഛന് അതിൽ പലമൊരു സന്തോഷമുണ്ടാകാനിടയില്ല. പിന്നെ വൈകിയതേയില്ല. തൊമ്മിയുടെ തോളിൽ ഒരു സ്നേഹിതൻ എന്ന പോലെ കൈയിട്ട് തന്നോട് ചേർത്തു പിടിച്ചുകൊണ്ട് പടിയിറങ്ങിപ്പോകുന്ന അച്ഛനെ നോക്കി കുഞ്ഞനച്ഛൻ നിർവൃതിയോടെ കുരിശു വരച്ചു. കടവാവലുകൾ അപ്പോഴും ചിറകടിച്ചു പറക്കുന്നുണ്ടായിരുന്നു. ഇതല്ലേ നിങ്ങൾ പുതുതായി വാങ്ങിച്ച പുരയിടം? ഒരു നമ്പൂതിരിയുടെ. കുഞ്ഞനച്ഛന്റെ പുരയിടം അവസാനിക്കെ അച്ഛൻ തൊമ്മിയോട് തിരക്കി. അതെ, അത് അച്ഛൻ എങ്ങനെ മനസ്സിലായി? ഈ ഭാഗത്ത് ആദ്യം വരികയാണെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? തൊമ്മി അത്ഭുതപ്പെട്ടുപോയി. അപ്പോഴും തൊമ്മിയുടെ തോളിൽ നിന്ന് അച്ഛൻ കൈയെടുത്തിരുന്നില്ല. എനിക്കറിയാതെ ഇരിക്കാമോ അത്? അച്ഛൻ വിഷാദത്തോടെയാണോ അത് പറഞ്ഞത്? ആട്ടെ തൊമ്മി, നമുക്ക് ആ പുരയിടം ഒന്ന് കണ്ടിട്ട് പോയാലോ? അതിനെന്താ, കയറാം. അച്ഛനൊപ്പമുണ്ടെങ്കിൽ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. മേടയിൽ അച്ഛൻ കാത്തിരിക്കുകയാണെങ്കിലും ഈ അച്ഛൻ്റെ ഒപ്പം ചെല്ലുമ്പോൾ കുറ്റം പറയില്ല. അച്ഛൻ ഈ പുരയിടമൊക്കെ കണ്ടിരിക്കുന്നത് നല്ലതാണ്. അവർ ഇരുവരും ഇല്ലപ്പുരയിടത്തിലേക്ക് ഇറങ്ങി. ഒരു താങ്ങിനെന്നോണം അച്ഛന്റെ കൈ അപ്പോഴും തൊമ്മിയുടെ തോളിൽ വിശ്രമിച്ചു. അനുഗ്രഹീതമായ ഒരു രക്ഷാവലയം പോലെ പുരോഹിതന്റെ കരവലയത്തിൽ തൊമ്മി ആഹ്ലാദം കൊണ്ടു. ഇരുവരും പുരയിടത്തിലെത്തിയിരുന്നു. ഓരോ അതിരും കൈ ചൂണ്ടിക്കാണിച്ചു തൊമ്മി അച്ഛനെ ബോധ്യപ്പെടുത്തി. അവനറിയാതെ തന്നെ പക്ഷേ അച്ഛൻ അവനെ നയിച്ചത് പുരയിടത്തിലെ ആ കിണറ്റിൻ കരയിലേക്കായിരുന്നു. ഇതല്ലേ ആ കിണർ? അച്ഛൻ അറിയാതെ ചോദിച്ചുപോയി. ഏത് കിണറെന്ന് തൊമ്മിക്ക് മനസ്സിലായില്ല. അവൻ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം തൊമ്മിയുടെ നെഞ്ചിൽ അവനറിയാതെ ഒരു കടന്ന തീയാളി. അച്ഛന്റെ കണ്ണുകൾ എന്ത് ഇങ്ങനെ ക്രൂരമായി ചുവന്നിരിക്കുന്നു? ആ മുഖച്ഛായ പോലും ഇപ്പോൾ വേറെയാണെന്ന് അവന് തോന്നി. വളരെ പെട്ടെന്നായിരുന്നു അച്ഛനിൽ മാറ്റം പ്രകടമായത്. നിമിഷാർദ്ധം കൊണ്ട് ഒരു വയോധികനെ പോലെ ആ മുഖം ചുക്കിച്ചുളിഞ്ഞു. കാറ്റിന്റെ ഭീതിതമായ മുരൾച്ച കേൾക്കാൻ തുടങ്ങി. ആ പുരയിടത്തിലെ തരുശാഖകളൊക്കെയും നാഗനൃത്തകരെ പോലെ മുടിയഴിച്ചാടാൻ തുടങ്ങിയിരുന്നു. പ്രഭാതവെയിലിന് കറുത്ത നിറം വ്യാപിച്ചിരിക്കുന്നോ? തൊമ്മിക്കൊന്നും മനസ്സിലായില്ല. അമ്പരപ്പോടെ അച്ഛന്റെ കരവലയത്തിൽ നിന്നവൻ വഴുതി മാറാൻ ശ്രമിച്ചു. പക്ഷേ കഴിയുന്നില്ല. ധൃതരാഷ്ട്രയുടെ കയ്യിലകപ്പെട്ട ഭീമന്റെ ഉരുക്കുപ്രതിമ പോലെ തൊമ്മി ഞെരിക്കപ്പെടാൻ ആരംഭിക്കുകയാണ്. കഴുത്തിലിട്ടിരുന്ന അച്ഛന്റെ വലതുകൈയുടെ വിരലുകൾ ക്രമത്തിലേറെ നീളം വെച്ചു. കൂർത്ത മൂർത്ത നഖങ്ങൾ വിരലുകളൊക്കെയും മുളച്ചു നിന്നു. ആ കരം അവന്റെ തൊണ്ടയിൽ പരതുകയാണ്. അച്ചോ, ഇതെന്താണച്ചോ? ഒരു നിലവിളി പോലെ തൊമ്മി ചോദിച്ചു. പകുതി ശബ്ദമേ പുറത്തണഞ്ഞുള്ളൂ. ഭ്രാന്തമായൊരു പൊട്ടിച്ചിരിയാണ് അതിന് മറുപടിയായി തൊമ്മി കേട്ടത്. അതച്ഛന്റെ ശബ്ദമേ ആയിരുന്നില്ല. അവന്റെ ശബ്ദം ആ വേലിക്കെട്ടിനപ്പുറത്തേക്ക് കേട്ടതുമില്ല. അനുനിമിഷം ആ പിടി മുറുകി.
കൂർത്ത നഖമുനകൾ തൊമ്മിയുടെ മാംസളമായ കഴുത്തിൽ തുളഞ്ഞു താണു. രക്തം ചിതറിയൊഴുകി. ഒന്ന് പിടയാൻ പോലും ആകാതെ തൊമ്മിയുടെ ശരീരം ക്രമേണ നിശ്ചലമായി. ആ പൊട്ടിച്ചിരിയുടെ അലകൾ മാത്രം വിഹ്വലമായൊരു പ്രകമ്പനം പോലെ പുരയിടമാകെ നിറഞ്ഞു നിന്നു. ആ വലതു കൈകൊണ്ട് തന്നെ തൊമ്മിയുടെ നിശ്ചലമായ ശരീരം പൊതിച്ച് അച്ഛന്റെ വേഷധാരിയായ തിരുമേനി കിണറ്റിന്റെ ആഴത്തിലേക്ക് എറിഞ്ഞു. ഇരുണ്ട കിണറിന്റെ അഗാധതയിലേക്ക് ആ ജഡം താണുപോകുന്നത് കിണറ്റുവക്കിയിലെ വള്ളിപ്പടർപ്പ് പകഞ്ഞു മാറ്റി തിരുമേനി രൂക്ഷമായി നോക്കി നിന്നു. ആ കണ്ണുകളിൽ നിന്ന് തീ ചിതറുന്നുണ്ടെന്ന് തോന്നി. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞു. ഒരു യാഥാർത്ഥ്യമെന്ന് തോന്നിയ രൂപം അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു ചേർന്നതുപോലെ ഇല്ലാതെ മറഞ്ഞു. കുഞ്ഞനാച്ചൻ തളർന്നു തരിച്ചു നിന്നു. വീട്ടിലെത്തിയിരുന്നവരും അതേ മരവിപ്പിലാണ്. ആ പൂജാമുറിയിലേക്ക് കയറി വരാൻ അവരിൽ പലരും ഭയപ്പെട്ടു. പൂജാമുറി ഒരു രക്തക്കളമായി കഴിഞ്ഞിരിക്കുന്നു. തൊട്ടു മുൻപെയാണ് നാരായണൻ ഇളയതിന്റെ അവസാന ചെലവും നിശ്ചിച്ചത്. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ അവസാനത്തുള്ളി രക്തവും കളത്തിലേക്ക് വാർന്നൊഴുകിയിരിക്കുന്നു. രക്തമയമില്ലാത്ത വിളറി വെളുത്ത ആ ജഡത്തിന്റെ കണ്ണുകൾ മാത്രം നിസ്സഹായതയോടെ മച്ചിൽ തട്ടി തുറിച്ചു നിൽക്കുന്നു. ഭീകരമായൊരു കാഴ്ച. അതിലേറെ ഭീകരമായ അന്തരീക്ഷം. വിറയാർന്ന കുഞ്ഞനാച്ചന്റെ കൈ ഇളയതിന്റെ കണ്ണുകൾ തിരുമ്മിയടയ്ക്കാൻ ഒരു വൃഥാശ്രമം നടത്തി. പക്ഷേ എത്ര പണിപ്പെട്ടിട്ടും അതിന് കഴിഞ്ഞില്ല. ഇപ്പോൾ പുറത്തെ ഭീതിയുറയുന്ന പ്രകൃതി താണ്ഡവങ്ങൾ തീർത്തും അവസാനിച്ചിരിക്കുന്നു. കൂത്തുവിളക്കുമായി പാപ്പച്ചനും മുറിയിലേക്ക് കയറി വന്നു. അവൻ അപ്പച്ചനെ ദയനീയമായൊന്ന് നോക്കി. ഇതാ, താങ്കളുടെ അവസാന ശ്രമവും പരാജയപ്പെട്ടിരിക്കുന്നു. എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചിരുന്നത് മാന്ത്രികനായ നാരായണൻ ഇളയതിലായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകൾക്കു മീതെ ബ്രഹ്മരക്ഷസ് ആധിപത്യം പുലർത്തിയിരിക്കുന്നു. തൊമ്മി അപമൃത്യോ അടഞ്ഞെന്ന് കേട്ടപ്പോൾ പോലും കുഞ്ഞനാച്ചൻ ഇത്രയും ദുഃഖം തോന്നിയോ എന്ന് സംശയം. അതിലും മീതെയാണ് ഈ ദുരന്തം. തീർച്ച. എത്രയോ ദുരന്തങ്ങളിൽ നിന്ന് എത്രയെത്ര പേരെ രക്ഷിച്ച മാന്ത്രികനായിരുന്നു ഇളയത്. കാണാൻ ചെന്നപ്പോൾ തന്നെ, കാര്യം ഗ്രഹിച്ചപ്പോൾ തന്നെ ഇളയത് പറഞ്ഞ വാക്കുകൾ കുഞ്ഞനാച്ചൻ ഓർമ്മിച്ചു. ബ്രഹ്മരക്ഷസാണ്, സംശയമില്ല. മറ്റുള്ള ബാധ ഒഴിപ്പിക്കും പോലെ ബ്രഹ്മരക്ഷസിനെ പറഞ്ഞുവിടുക അസാധ്യം തന്നെ. കടുത്ത കർമ്മം ചെയ്യേണ്ടി വരും. എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ തെറിക്കുന്നത് നമ്മുടെ തല തന്നെയാവും. കുഞ്ഞനച്ഛൻ കാട്ടിയത് ബുദ്ധിമോശമാണ്. ബ്രാഹ്മണ രൂപം തന്നെ തലമുറകളോളം പിന്തുടരും. അപ്പൊ പിന്നെ ബ്രഹ്മരക്ഷസിന്റെ കാര്യം പറയാണ്ടിരിക്കുക ഭേദം. അച്ഛനാകാൻ ഇറങ്ങിത്തിരിച്ച മകന്റെ അനുഭവം തന്നെ അറിയാലോ. തനിക്കെതിരെയുള്ള എല്ലാ ഉപരോധങ്ങളും ചെറുക്കാനും നീക്കാമെന്നും ഇനി പറഞ്ഞു മനസ്സിലാക്കണ്ടല്ലോ. എന്നാലും എന്നെ പ്രതീക്ഷിച്ച് ഇത്ര ദൂരം താണ്ടിയെത്തിയതല്ലേ. നാം വരാം വിജയാത്രിയിലൊന്ന്. അവിടെ വരണമെന്നും കരുതിയിട്ട് കുറച്ചായി. വിജയാദ്രിനാഥനെ കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ട് തന്നെ തുടങ്ങാം. അന്ന് ദിവസം നിശ്ചയിച്ച് ചാർത്തെഴുതി വാങ്ങിയിട്ടാണ് കുഞ്ഞനാച്ചൻ മടങ്ങിയത്. യാത്രകളെല്ലാം പകലെ തന്നെ വേണമെന്ന് നിശ്ചയിച്ചിട്ട് കുറേയായി. സന്ധ്യ മയങ്ങും മുൻപേ വീട്ടിലെത്തണമെന്ന് മറ്റാരെയേക്കാൾ നിർബന്ധം കുഞ്ഞനാച്ചന് തന്നെയായിരുന്നു. അസമയത്ത് സഞ്ചരിച്ച് വെറുതെ അപകടം വരുത്തി വെക്കേണ്ടല്ലോ. പകലിനെ രാത്രിയോളം ഭയപ്പെടേണ്ടതില്ല. അന്നു മുതൽ പൂജയ്ക്കും ഹോമത്തിനും വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി. ചിലരെങ്കിലും തെല്ലൊരു തമാശമട്ടിൽ കുഞ്ഞനാച്ചനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അത് ഹൈന്ദവ വിധി പ്രകാരമുള്ള ഒരു പൂജയ്ക്കൊരുക്കുന്നതിനെ കുറിച്ചായിരുന്നു. കുഞ്ഞനാച്ചൻ ആരോടും മറുപടി പറഞ്ഞില്ല. താൻ അനുഭവിക്കുന്ന വിഷമം തനിക്കല്ലേ അറിയാവൂ. മറ്റാരോടെങ്കിലും പറഞ്ഞാൽ പോംവഴി കണ്ടെത്താൻ കഴിഞ്ഞേക്കും. പക്ഷേ മൂന്നാമതൊരാളോട് പറയാൻ കൊള്ളുന്ന സംഗതിയാണോ ഇത്? ദിവസങ്ങളുടെ ത്വരിത ഗമനം. നാരായണൻ ഇളയത് വെന്നിമലയിലെത്തുന്ന ദിവസം ചാർത്തനുസരിച്ച് പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഗ്രാമത്തിലെത്തിയ ഉടനെ ഇളയത് ക്ഷേത്രത്തിൽ പോയി. 2 ധ്വജപ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. വിജയാദ്രിനാഥന്റെ കൺമുമ്പിൽ വെച്ച് നടത്തേണ്ട കൃത്യമാണ് തന്റേത്. മൗനാനുവാദം വേണം. പോരെങ്കിൽ പൂജാരി വർഗത്തിന് നേരെയാണ് പ്രയോഗം. അപ്പോഴൊന്നും യാതൊരു ദുർലക്ഷണവും കണ്ടില്ല. എല്ലാം സുഗമമായി നടന്നു. അത് തന്നെ ഇളയതിന് അത്ഭുതം നൽകി. സാധാരണ ബ്രഹ്മരക്ഷസുകൾക്കെതിരെയുള്ള പ്രയോഗം ആരയ്ക്കും മുമ്പേ തടസ്സങ്ങൾ ഉണ്ടാവാറുള്ളതാണ്. കരുതിയതുപോലെ അപകടകാരിയല്ല ഇവിടുത്തെ ബ്രഹ്മരക്ഷസ്. ആശ്വാസകരമായിരുന്നു ആ തോന്നൽ. പക്ഷേ എല്ലാം തകർന്നത് നിമിഷങ്ങൾക്കുള്ളിലായിരുന്നല്ലോ. കുഞ്ഞനാച്ചന്റെ എല്ലാ പ്രതീക്ഷകളുടെയും ചുവട്ടിലാണ് മഴ വീണിരിക്കുന്നത്. പൂജാമുറിയിലെ നിലവിളക്കുകളിൽ കരിന്തിരി കത്തി. അതുവരെ തേജോമയമായിരുന്ന ആ മുറി ഭയാനകമായ അന്തരീക്ഷം രചിച്ചു. അകലെ ഉയർന്ന നായ്ക്കളുടെ ഓലിയിടലുകളും അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ. ഇതിങ്ങനെ ഇവിടെ കിടന്നാ മതിയോ കുഞ്ഞനച്ച?
ഇളയതിന്റെ കുടുംബത്ത് വിവരം അറിയിക്കണ്ടേ? ആരോ ചോദിച്ചു. കുഞ്ഞനാച്ചൻ തല കുലുക്കി. ഇളയതിന്റെ നോട്ടപ്പിശക് കൊണ്ട് സംഭവിച്ച കുഴപ്പം തന്നെയായത്. നിസ്സാരമെന്ന് കരുതി കാണും. പക്ഷേ തിരിച്ചടി ഏറ്റവും ഒടുവിലേക്ക് വെച്ചിരിക്കുന്നതാകാം. അയലത്തെ ഒരു പ്രായമുള്ള മനുഷ്യന്റെ ന്യായീകരണം. കൈകളിൽ തലയും താങ്ങിയിരുന്ന് കുഞ്ഞനാച്ചൻ തിഞ്ചിത് അപ്പോൾ വേറൊന്നായിരുന്നു. പരാജയങ്ങൾക്ക് പിമ്പേ പരാജയങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനങ്ങനെ വശംഗതനായി നിന്നാ പോരല്ലോ. ഓരോ പരാജയങ്ങളിൽ നിന്നും വിജയത്തിന്റെ അഗ്നിനാളം കൊളുത്തണം. അത്തരക്കാരെയെ വിജയം പുണരൂ. ഇനിയും ശ്രമിക്കണം. ബ്രഹ്മരക്ഷസ് പോലും ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമല്ലേ മരിച്ചവർ ചെയ്യുക? ചുമ്മാ ബോഷ്ക്ക്. ഇളയതിന്റെ വീട്ടിലേക്ക് ആള് പോയി. രാവേറിക്കഴിഞ്ഞപ്പോൾ നാരായണൻ ഇളയതിന്റെ ശേഷക്കാരെത്തി. ഇളയതിന്റെ കിടപ്പ് കണ്ടപ്പോൾ തന്നെ വന്നവർക്ക് കാര്യം മനസ്സിലായി. ഒടുവിൽ ഇത് സംഭവിച്ചു. ദുഷ്കർമ്മങ്ങളുടെയൊക്കെ ഒടുക്കം ഇത് തന്നെയാണെന്ന് നാരായണൻ അറിയാഞ്ഞിട്ടല്ലോ. ഇന്നതേ ചെയ്യാവൂ എന്നില്ല. തിരിച്ചടി ലഭിച്ചില്ലേ? കുഞ്ഞനാച്ചന്റെ കരയുന്ന മുഖം കണ്ടപ്പോൾ വന്നവരിലൊരാൾ അടുത്തു ചെന്നു. അയാൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. ഇതിൽ നിങ്ങൾ കുറ്റക്കാരനല്ല കുഞ്ഞനച്ച. നോട്ടപ്പിശക് പറ്റിയത് നാരായണന് തന്നെയാ. ഇവനെതിനാണ് പൊഴുതതിന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിലക്കിയേനെ. ഇത്തരം ബ്രഹ്മരക്ഷസുകളെ ഒടുക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു മാന്ത്രികനെ ഇന്നിപ്പോ ജീവിച്ചിരിപ്പുള്ളൂ. നാരായണൻ ഇത് സമ്മതിച്ചു കൊടുക്കാറില്ല. അതുകൊണ്ട് പറ്റിയ കുഴപ്പമാണിത്. അല്ലെങ്കിലും ഇല്ലാത്ത കഴിവിനെക്കുറിച്ച് പുകഴ്ത്തിപ്പറഞ്ഞ് നടക്കുന്ന എല്ലാവർക്കും ഇത്തരം ദുരന്തമേ സംഭവിക്കാറുള്ളൂ. ഈ മേഖലയിൽ പ്രത്യേകിച്ചും. അങ്ങ് പറഞ്ഞ ആ മാന്ത്രികൻ ആരാണാവോ? കുഞ്ഞനാച്ചൻ പ്രതീക്ഷാ നിർഭരമായ നയനങ്ങളോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. പറയാം. നിങ്ങളെ രക്ഷിക്കാൻ അദ്ദേഹത്തിനെ കഴിയൂ എന്നാണ് എന്റെ വിശ്വാസം. രുദ്രൻ നമ്പൂതിരി, മാന്ത്രിക ലോകത്തെ കരുത്തൻ. ആളിനെ കണ്ടുകഴിഞ്ഞ് നേരിട്ടറിഞ്ഞു കഴിഞ്ഞപ്പോൾ മാത്രമേ കുഞ്ഞനാച്ചന് വിശ്വാസം വന്നുള്ളൂ. നാട്ടിലുള്ള അസംഖ്യം പേരുടെ അനുഭവകഥകൾ കേൾക്കുക കൂടി ചെയ്തപ്പോൾ നേരിയ കുണ്ഠിതവും തോന്നി. ഇദ്ദേഹത്തെ താൻ അറിയാൻ വൈകിയല്ലോ. നേരത്തെ ആയിരുന്നെങ്കിൽ, നാരായണൻ ഇളയതിനു മുമ്പേ ആയിരുന്നെങ്കിൽ എത്രയെത്ര ദുരന്തങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ഒരു നോക്കു കണ്ടപ്പോഴേ കുഞ്ഞനാച്ചന് തൃപ്തിയായി. ഇരുനിറത്തിൽ 6 അടിയോളം ഉയരം, ശരീരം നിറയെ രോമക്കാഴുകൾ, വീതിയേറിയ നെറ്റിത്തടത്തിന് താഴെ വലിയ കണ്ണുകൾ, തോളറ്റം വളർന്ന മുടി, അവയിൽ 2-3 ഇഴകൾ വെളുത്തിട്ടുണ്ട്. നെറ്റിയിൽ 5 വിരൽപ്പാട് വീതിയിൽ ചന്ദനം വരച്ച് ഒടുവിൽ കുങ്കുമ തിലകവും അണിഞ്ഞിട്ടുണ്ട്. ആകപ്പാടെ പ്രൗഢഗംഭീരൻ. ശാന്ത സ്വഭാവമാണ് മുഖത്ത്. സദാ മുറുക്കിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം. കുഞ്ഞനച്ഛൻ കയറി ചെല്ലുമ്പോൾ ചാരുകസേലയിലിരുന്ന് എന്തോ താളിയോല ഗ്രന്ഥവും മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തിരുമേനി. കസേരയ്ക്ക് താഴെ സ്വർണത്തിളക്കമുള്ള ഓട്ടുകൊളാമ്പി. ഒന്ന് മുരടനക്കി. കേട്ടില്ലെന്ന് തോന്നുന്നു. 2ാം മുണ്ട് അരയിൽ ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് കുഞ്ഞനച്ഛനൊന്ന് ചുമച്ചു. ഇത്തവണ ഫലമുണ്ടായി. തിരുമേനി വായന നിർത്തി. ഗ്രന്ഥം മടക്കാതെ തന്നെ മെല്ലെ മുഖമുയർത്തി. മുറുക്കാൻ ശവിക്കൽ തൽക്കാലം നിലച്ചു. ആ തീക്ഷ്ണ നേത്രങ്ങൾക്ക് മുന്നിൽ കുഞ്ഞനച്ഛൻ ചൂളി നിന്നു. ആഗതനെ കീറി പരിശോധിക്കാൻ തക്കവണ്ണം മൂർച്ചയാണ് ആ മെഴികൾക്ക്. ഒടുവിൽ ഇവിടെ വരേണ്ടി വന്നു അല്ലേ? ഭാവഭേദമൊന്നും കൂടാതെ ഒരു ചോദ്യം. ശബ്ദം കേട്ടപ്പോൾ കുഞ്ഞനാച്ചൻ നടുങ്ങിപ്പോയി. എങ്ങനെ നടുങ്ങാതിരിക്കും? എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കും പോലെയല്ലേ ആ ചോദ്യം. വീണ്ടും പരിങ്ങി. അടിയൻ എന്തോ പറഞ്ഞു ഫലിപ്പിക്കാൻ വിഫലശ്രമം നടത്തി നോക്കി. രക്ഷയില്ല. നാവിനാരോ കൂച്ചുവിലങ്ങിട്ടതുപോലെ. ഇദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കുമെന്നറിയാതെ കുഴങ്ങുന്ന മനസ്സ്. കുഞ്ഞനാച്ചൻ വിയർക്കാൻ ആരംഭിച്ചിരിക്കുന്നു. 3 എണ്ണം വീണു അല്ലേ? ഒന്നിനെ വീഴ്ത്തിയതിന്റെ ഫലമാണിത്. ഇനിയും വീഴ്ചകൾ പൂർണ്ണമായില്ല. ബ്രഹ്മഹത്യാ പാപത്തിന് പ്രായശ്ചിത്തമില്ല. ഇത്രയും കൂടി ആയപ്പോഴേക്ക് കുഞ്ഞനാച്ചൻ ആകെ തളർന്നു. എല്ലാം പറഞ്ഞ് രക്ഷിക്കാൻ അപേക്ഷിക്കാനാണ് താൻ ഇവിടെ എത്തിയത്. എത്രയോ ദൂരം താണ്ടി. ഇവിടെ എത്തണമെങ്കിൽ തന്നെ 1.5 ദിവസത്തെ പ്രയത്നം വേണം. അതെല്ലാം ഒരു കർമ്മം പോലെ അനുഷ്ഠിവിടെ എത്തിയപ്പോൾ രുദ്രൻ നമ്പൂതിരി മുറുക്കാൻ തുപ്പൽ കോളാമ്പിയിലേക്ക് ചാമ്പി. കണ്ണുകൾ അപ്പോഴും കുഞ്ഞനാച്ചനിൽ തറഞ്ഞു നിൽക്കുകയാണ്. ഭയപ്പെടേണ്ട. ആ തിണ്ണയിലേക്ക് അങ്ങോട്ടിരിക്കുക. കാര്യങ്ങൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഏറെക്കുറെ എല്ലാം നാം അറിഞ്ഞിരിക്കുന്നു. നമ്മെ പ്രതീക്ഷിക്കുന്ന എല്ലാവരെക്കുറിച്ചും നമുക്കറിയാൻ കഴിയുമെന്ന് ധരിച്ചോളൂ. ഒട്ടും വൈക്ലഭ്യം വേണ്ട. നമ്പൂതിരി ആശ്വസിപ്പിക്കുകയാണ്. അതിനതിന് ആശ്വാസം നശിക്കുകയാണ് കുഞ്ഞനച്ഛന്. അയാൾ ഇളം തിണ്ണയിൽ അമർന്നു. പറഞ്ഞില്ലേലും ഇരിക്കാൻ തയ്യാറെടുക്കുകയുമായിരുന്നല്ലോ. നിന്നാൽ കുഴഞ്ഞു വീണ് പോയേക്കുമെന്ന് ഭയന്നു തുടങ്ങിയിരുന്നു.
ഭൂതഭാവി വർത്തമാന കാലങ്ങളെക്കുറിച്ച് അറിയാൻ കഴിവുള്ള മാന്ത്രികനാണ് തിരുമേനി എന്ന് കേട്ടിരുന്നു. സൽക്കർമ്മങ്ങളുടെ വിധികളും അറിയാം. പക്ഷെ കൂടുതൽ ചെയ്യേണ്ടി വരുന്നത് ദുഷ്കർമ്മങ്ങളാണെന്ന് മാത്രം. ഇതുവരെ ചെയ്തതെല്ലാം ഫലപ്രാപ്തിയിലെത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് ഇത്രയും അദ്ദേഹം സംസാരിച്ചപ്പോൾ തന്നെ മാന്ത്രികന്റെ കഴിവിനെക്കുറിച്ചുള്ള വിശ്വാസം ഏറിക്കഴിഞ്ഞു. അടിയൻ വന്നത് അറിയാം, നമുക്കറിയാം, നാം അതറിയുന്നു. ഉടനെ മറുപടിയുണ്ടായി. അങ്ങ് എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഒരബദ്ധം പറ്റിപ്പോയി. അത് ഇത്തരത്തിലാകുമെന്ന് കരുതിയതേയില്ല. എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഒരുക്കമാണ്. ഉപദ്രവം ഒന്ന് ഒഴിഞ്ഞു കിട്ടണം. കുഞ്ഞനച്ഛൻ തൊഴു കൈയോടെ അപേക്ഷിച്ചു. രുദ്രൻ തിരുമേനി അടുത്ത വെറ്റിലയെടുത്ത് ഞരമ്പുകൾ കീറാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞനച്ഛന് ഒരു ധൈര്യം വീണിക്കിട്ടി. അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. മാധവൻ നമ്പൂതിരി ഞെട്ടിപ്പിടഞ്ഞുണർന്നു. മെത്തയിൽ എണീറ്റിരിക്കുകയും ചെയ്തു. പുറത്ത് വന്യമായ ഇരുട്ട്. രാവിപ്പോൾ എത്രാം യാമത്തിലാണെന്നറിയില്ല. പുലരാറായിട്ടില്ലെന്ന് തീർച്ച. നമ്പൂതിരി വിളക്ക് കൊളുത്തിയില്ല. കട്ടിലിൽ തന്നെ ചമ്രം പടിഞ്ഞിരുന്നു. കണ്ടുണർന്ന സ്വപ്നത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം ചിന്തിച്ചത്. എന്തേ ഇപ്പോൾ ഇങ്ങനെയൊരു സ്വപ്നം കാണാൻ? ഒരു കാര്യവുമില്ലാതെ അമ്മാവൻ സ്വപ്നത്തിൽ വന്ന് വിളിച്ചുണർത്തില്ല. വെന്നിമലയിലെ ഭൂസ്വത്ത് കൈമാറ്റം ചെയ്ത് മടങ്ങിയെത്താമെന്ന് പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയോ ആയി. പറഞ്ഞ സമയത്ത് നടക്കാത്തത് കാരണം വരാൻ വൈകുന്നുവെന്നേ ധരിച്ചിരുന്നുള്ളൂ. അമ്മാവന്റെ മടക്കയാത്ര വൈകുന്നതിൽ എന്തോ രഹസ്യമുണ്ടെന്ന് ഇപ്പോൾ ബോധ്യമാകുന്നു. അല്ലെങ്കിൽ ദയനീയമായ ഭാവത്തിൽ തന്നോട് വന്ന് പറയേണ്ട കാര്യം എന്തുണ്ട്? ഒരിക്കലും ഒരു കാര്യത്തിലും അമ്മാവൻ തന്നോടൊന്നും പറയാറില്ല. എന്നെ അവരപകടത്തിലാക്കി. ഇപ്പോൾ വീണ്ടും അതിന് ശ്രമിക്കുന്നു. നീ എൻ്റെ മണ്ണിലേക്ക് ചെല്ലണം. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം. തന്റെ ചെവിയിൽ മന്ത്രിക്കുകയായിരുന്നു അമ്മാവൻ. അമ്മാവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചുവോ? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മാധവൻ നമ്പൂതിരി വീണ്ടും നീണ്ടു നിവർന്നു കിടന്നു. എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല. സ്വപ്നമാണ് കണ്ടതെങ്കിലും അത് വെറും സ്വപ്നമായി തള്ളിക്കളയാൻ മാധവൻ നമ്പൂതിരി ഒരുക്കമല്ലായിരുന്നു. മാന്ത്രിക പഠനം ആരംഭിച്ചപ്പോൾ മുതൽ ഇത്തരം സ്വപ്നങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. അതെല്ലാം അനുഭവിച്ചിട്ടുമുണ്ട്. സ്വപ്ന വ്യാഖ്യാനം ഒരിക്കലും തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. രാവിന്റെ മധ്യായാമത്തിൽ കണ്ട സ്വപ്നവും അമ്മാവനും തമ്മിൽ തീർച്ചയായും ബന്ധമുണ്ട്. അതെന്താണെന്ന് വ്യക്തമായി അറിയണം. രാവിലെ തന്നെ വെന്നിമലയിലേക്ക് പുറപ്പെടുക. മാധവൻ നമ്പൂതിരി അങ്ങനെ തന്നെ തീരുമാനിച്ചുറച്ചു. അതിനുശേഷമാണ് അയാൾക്ക് ശേഷിക്കുന്ന രാവിലൊന്ന് മയങ്ങാൻ കഴിഞ്ഞത്. അതിരാവിലെ ഉണർന്നെണീറ്റു. ബ്രാഹ്മമുഹൂർത്തത്തിന് മുൻപ് തന്നെ. ഞാൻ വെന്നിമലയിലേക്ക് പോകുന്നു. അമ്മാവൻ എത്താമെന്ന് പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞല്ലോ. ഞാൻ അമ്മാവനെയും കൊണ്ടേ വരൂ. വിശദീകരണമൊന്നും നടന്നില്ല. അത്രയും പറഞ്ഞപ്പോൾ മാധവൻ നമ്പൂതിരി 2 ദിവസം തങ്ങാനുള്ള തയ്യാറെടുപ്പോൾ തന്നെ വെന്നിമലയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. പഠിച്ചുറയ്ക്കാനുള്ള മാന്ത്രിക തന്ത്രങ്ങളുടെ ചില താളിയോലക്കെട്ടുകൾ മാത്രം കയ്യിലെടുത്തു. തങ്ങളുടെ തറവാട്ടിൽ 3/4 നൂറ്റാണ്ടിനു മുമ്പേ മാന്ത്രികരുണ്ടായിരുന്നു. സന്മന്ത്രവാദങ്ങൾക്ക് കീർത്തി കേട്ട മന. അമ്മാവന്റെ അച്ഛൻ തിരുമേനിയുടെ കാലം മുതലാണ് ആ പാരമ്പര്യം നിലച്ചത്. അദ്ദേഹത്തിന് എന്തോ അതത്ര സ്വീകാര്യമായിരുന്നില്ല. അമ്മാവനും ആ പിന്തുടർച്ചയാണ് ഇഷ്ടപ്പെട്ടത്. ഇനി മനയുടെ മാന്ത്രിക പാരമ്പര്യം തന്നിലൂടെ പുനർജനിക്കേണ്ടിയിരിക്കുന്നു. ലക്ഷണങ്ങൾ അനുകൂലമാണ്. വളരെ എളുപ്പം മന്ത്രതന്ത്രങ്ങൾ സ്വായത്തമാക്കാൻ കഴിയുമെന്നുറപ്പുണ്ട്. പഠിച്ചിടത്തോളം വെച്ച് കുറെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അത് നിശ്ചയമാണ്. ഇന്ന് വരെ പരീക്ഷിച്ചു നോക്കിയില്ലെങ്കിലും. നന്നേ പ്രഭാതത്തിൽ യാത്ര ആരംഭിച്ച മാധവൻ നമ്പൂതിരി ഇരുട്ടു പെയ്തു തുടങ്ങിയ സന്ധ്യാനേരത്താണ് വെന്നിമലയുടെ താഴ്വാരത്തിലെത്തിയത്. മലനിരകൾക്ക് മേലെ ആകാശം വസന്തകാലത്തിലെ വനഭംഗി പോലെ ഇറുങ്ങെ പൂത്തുകിടന്നു. വെളുത്ത പക്ഷത്തിലെ രാത്രിയാണ്. മലമുകളിൽ നിന്ന് ശംഖനാദം കേൾക്കുന്നു. വിജയാദ്രിനാഥന്റെ ദീപാരാധന നേരം. മാധവൻ നമ്പൂതിരി ശബ്ദമുയർന്ന ലക്ഷ്യം നോക്കി തൊഴുതു. മാധവൻ നമ്പൂതിരി അവിടെ എത്തുന്നതിനും ഏതാനും നാഴിക മാത്രം മുമ്പാണ് രുദ്രൻ നമ്പൂതിരി വെന്നിമലയിൽ എത്തിയത്. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ കുഞ്ഞനച്ഛനും പോയിരുന്നു. ആദ്യം അദ്ദേഹത്തെ കാണാൻ ചെന്ന ദിവസം തന്നെ തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം തറവാടിനോട് ചേർന്ന് ഒരു മുറി കൂടി പണിയാൻ കുഞ്ഞനാച്ചൻ ആരംഭിച്ചിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ പാടെ ആദ്യം തുടങ്ങിയ ജോലിയും അത് തന്നെ. അത് പൂജാമുറിയാണ്. പൂജകൾ ചെയ്യാൻ പ്രത്യേകം ഒരു മുറി വേണമെന്ന് രുദ്രൻ നമ്പൂതിരി ആവശ്യപ്പെട്ടിരുന്നു. ആരുടെ നിയോഗം കൊണ്ടെന്തോ വെന്നിമലയിൽ 2 മാന്ത്രികരും എത്തിയത് ഒരേ ദിവസം തന്നെ, നാഴികകളുടെ മാത്രം വ്യത്യാസത്തിൽ. അമ്മാവനെ കാണാൻ പോകും മുമ്പേ വിജയാദ്രിനാഥനെ കാണണമെന്ന് മാധവൻ നമ്പൂതിരിക്ക് തോന്നി. വെട്ടുവഴിയിൽ നിന്ന് കുത്തനെ നിർമ്മിച്ച ഇടത്തൊണ്ട പോലെയുള്ള കുറുക്ക് വഴിയിലൂടെ
മാധവൻ നമ്പൂതിരി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. അനേക വർഷങ്ങൾക്ക് മുമ്പ് മഹാരാജാവ് നിർമ്മിച്ച ഒറ്റയടിപ്പാത, മലമുകളിലേക്ക് പടികൾ കെട്ടിയുണ്ടാക്കിയ ആ കുറുക്കുവഴി ഇന്നും സഞ്ചാരയോഗ്യം തന്നെ. മാധവൻ നമ്പൂതിരി ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ രുദ്രൻ നമ്പൂതിരി ക്ഷേത്ര ദർശനം കഴിഞ്ഞോട്ട് ഇറങ്ങുകയായിരുന്നു. ഇരുവരും പരസ്പരം കണ്ടു. മാധവൻ നമ്പൂതിരിക്ക് ആളെ മനസ്സിലായി. അതൊരു അത്ഭുതം സമ്മാനിക്കുകയും ചെയ്തു. ഇദ്ദേഹം എന്താ ഇവിടെ? മാധവൻ നമ്പൂതിരി രുദ്രൻ തിരുമേനിയുടെ സമീപത്തേക്ക് ചെന്നു. എനിക്ക് അങ്ങയെ പരിചയമുണ്ട്. അങ്ങെന്താണവോ ഇവിടെ? രുദ്രൻ മാധവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. കുറച്ചുനാൾ ഇനി ഇവിടെയാണ്. ഒരു കർമ്മം ചെയ്യാനുണ്ട്. ഒരു ബ്രഹ്മരക്ഷസിനെ ഒഴിപ്പിക്കുന്ന കർമ്മം. രുദ്രൻ നമ്പൂതിരി പുഞ്ചിരിയോടെ മുന്നോട്ട് നടന്നു തുടങ്ങി. മാധവൻ ക്ഷേത്രത്തിലേക്ക് കയറി. പൂജാമുറി പരിപൂർണ തേജസ്സോടെ നിലകൊണ്ടു. 100 തിരുനാളങ്ങളിൽ നിന്ന് ഒരേ സമയം ജ്വലിക്കുന്ന ദീപനാളങ്ങൾക്കിപ്പോൾ സൂര്യപ്രഭ. പൂജാമുറി സവർണ ശോഭയോടും കൂടി വിളങ്ങി നിൽക്കുകയാണ്. രുദ്രൻ നമ്പൂതിരി പട്ടുടുത്ത് നെറ്റിയിലും കൈത്തണ്ടകളിലും കക്ഷോരുഹങ്ങളിലും ഭസ്മം കുഴച്ചണിഞ്ഞ് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നാം പറഞ്ഞുവല്ലോ, 2 തരം മന്ത്രപ്രയോഗങ്ങളിലും നൈപുണ്യം നേടിയിട്ടുള്ളവനാണ് ഞാൻ. ആദ്യം സന്മന്ത്രമാത്രമാണ് നോക്കാൻ പോകുന്നത്. പൈശാചിക ശക്തികളുടെ മേൽവിജയം നേടാൻ ഈശ്വര ചൈതന്യം ഉപയോഗിക്കുക. അത് വിജയിക്കാതിരിക്കില്ല. ഈ ലോകത്തിനെ വിജയമുള്ളൂ എന്നറിയാഞ്ഞിട്ടല്ല നമ്മളിത് ചെയ്യാത്തത്. ചില പൈശാചിക ശക്തികൾക്ക് പരാജയം സംഭവിക്കാറില്ല, നിർവീര്യരാകാറേയുള്ളൂ. അതാണ് അപകടം. അങ്ങനെ നിർവീര്യമാകുന്ന ശക്തി എന്നെങ്കിലും ഒരു അനുകൂല സാഹചര്യമുണ്ടായാൽ വീണ്ടും ഉണർന്നെണീക്കും. പഴയതിലും 10 മടങ്ങ് ശക്തിയിലായിരിക്കും ആ പുനർജന്മം. അത് ഉടനെ ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ പിറ്റേന്നാവും, മറ്റു ചിലപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണെന്നും വരും. പറഞ്ഞല്ലോ, അനുകൂലമായ സാഹചര്യമാണ് അവറ്റ കാത്തിരിക്കുന്നത്. 2ാമത്തെ കർമ്മം, പൈശാചിക ശക്തിയെ അതിലും മുന്തിയ പൈശാചിക ശക്തിയോണ്ട് എതിരിയിടുക എന്നാണത്. അപ്പോഴും ഉണ്ടൊരു കുഴപ്പം. എതിരടിക്കുന്ന ശക്തിയെ നാം ആദരിക്കേണ്ടി വരും. അവരെ ചിലപ്പോൾ സ്ഥിരമായി കുടിയിരുത്തേണ്ടിയും വരും. കുഞ്ഞനാച്ചൻ ഈ പറമ്പിൽ ഒരു കൊച്ചു ക്ഷേത്രം പണിയാൻ തയ്യാറാണോ? ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് നിന്ന കുഞ്ഞനാച്ചൻ ഞെട്ടിപ്പോയി. തന്റെ പുരിടത്തിൽ ഒരു ക്ഷേത്രം പണിയുകയോ? കുരിശുപള്ളി മതിയോ തിരുമേനി? രുദ്രൻ നമ്പൂതിരിപ്പാട് ചിരിച്ചു. കുരിശുപള്ളികളിൽ നിങ്ങൾ ബ്രഹ്മരക്ഷസുകളെ കുടിയിരുത്താറുണ്ടോ? ഇത്തവണ കുഞ്ഞനാച്ചന്റെ നാവനങ്ങിയില്ല. ഓരോന്നിനും ഓരോ വിധികളുണ്ട്. ക്ഷേത്രം പണിത് കുടിയിരുത്തുന്നതിനെ അങ്ങനെ ചെയ്താൽ രക്ഷപ്പെടാം. നശിപ്പിക്കാൻ കഴിയുന്നതിന് മാത്രമല്ലേ നമുക്ക് നശിപ്പിക്കാൻ കഴിയൂ. കുഞ്ഞനാച്ചൻ തല കുലുക്കി. ഏതായാലും ഒന്നും പറയാറായിട്ടില്ല. ഇന്നത്തെ പൂജ കഴിയുമ്പോൾ എന്തായാലും ഞാൻ വിവരം പറയാം, ലക്ഷണങ്ങളും പറയാം. അത് കഴിഞ്ഞ് ചാർത്തെഴുതാൻ കഴിയൂ. എന്ത് വേണേലും ആവാൻ തിരുമേനി. തളർന്ന ശബ്ദമായിരുന്നു കുഞ്ഞനാച്ചന്റെ. തകർന്ന കുടുംബനാഥന്റെ ശബ്ദം. എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കാം. തനിക്കും കുടുംബാംഗങ്ങൾക്കും ഭയപ്പെടാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ മതി. സ്വൈര്യതയില്ലാത്ത ജീവിതം കൊണ്ട് എന്ത് നേടാൻ കഴിയും? വസ്തുവിന് വില കൊടുക്കേണ്ടി വന്നില്ല. ആ തുക മുഴുവൻ ചെലവിടാൻ തയ്യാറാണ്. ശരി, ഞാൻ ആരംഭിക്കട്ടെ. രുദ്രൻ നമ്പൂതിരി ആവണിപ്പലകയിൽ പത്മാസനമിട്ടിരുന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി സങ്കല്പിക്കുന്ന 3 വിളക്കുകളുടെ മുന്നിൽ പൂ ആരാധിച്ചു തൊഴുതു. പൂജാമുറിയെ വന്ദിച്ചു. മന്ത്രം ചൊല്ലാൻ ആരംഭിക്കുകയും ചെയ്തു. ദേവേന്ദ്ര സ്തുതിയോടെ ആരംഭിക്കാനായിരുന്നു രുദ്രൻ നമ്പൂതിരിക്ക് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഉപാസനാമൂർത്തികളാണല്ലോ. രുദ്രൻ നമ്പൂതിരിക്ക് ദേവേന്ദ്രൻ. വീണ്ടും മന്ത്രോച്ചാരണങ്ങളുടെ മണിമുഴക്കങ്ങൾ ഉയർന്നു. ഒന്നിനു പുറകെ ഓരോന്നായി മന്ത്രങ്ങളുടെ ഒരു പരമ്പര. രാവേറെ ചെല്ലുവോളും രാവിന്റെ 2ാം യാമത്തിന്റെ അന്ത്യമുഹൂർത്തം വരെ ആ പൂജകൾ തുടർന്നുകൊണ്ടിരുന്നു. എന്തുകൊണ്ടോ കുഞ്ഞനാച്ചൻ അപ്പോൾ ഓർമ്മ വന്നത് നാരായണൻ ഇളയതിനെയാണ്. അദ്ദേഹത്തിന്റെ തുടക്കവും ഇതുപോലെ പ്രൗഢഗംഭീരമായി തന്നെയായിരുന്നു. പക്ഷേ ഇത്തരം കർമ്മങ്ങളായിരുന്നില്ലെന്ന് മാത്രം. ആദ്യത്തെ പൂജ പരിസമാപ്തിയിലെത്തി. തിരുമേനി തന്നെ നിലവിളക്കുകൾ കൊളുത്തി. ഒരു നിലവിളക്കുമാലും കെടുത്താതെ. മറ്റെല്ലാം പുൽനാമ്പുകൾ കൊണ്ടാണ് അദ്ദേഹം അടച്ചത്. പിന്നെ ഒരുക്കി വെച്ച താളിയോലയിൽ നാരായണൻ കൊണ്ടെന്തോ കുത്തിക്കുറിക്കാൻ ആരംഭിച്ചു. മാധവൻ നമ്പൂതിരിക്ക് എന്തോ സംശയം തോന്നി. രുദ്രൻ തിരുമേനി ഈ ഗ്രാമത്തിലെത്താൻ എന്തേ കാര്യം? എന്തെങ്കിലും കാര്യമില്ലാതെ വരാനിടയില്ല. വെറും ക്ഷേത്രദർശനത്തിന് മാത്രമായി അദ്ദേഹം ഒരിക്കലും വരില്ല. ഒരു ഈശ്വര പൂജയ്ക്ക് മാത്രമായി ഇത്ര അകലത്ത് നിന്നും ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തേണ്ട കാര്യവുമില്ല. അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞാൽ ബാക്കി എളുപ്പമായി. മാധവൻ നമ്പൂതിരിക്കൊരു കൗതുകം തോന്നി. വെറുതെ ഒന്നറിഞ്ഞിരിക്കണമെന്നൊരു തോന്നൽ.
ഒന്നും സംസാരിക്കാതെ മടങ്ങുകയാണല്ലോ ചെയ്തത്. അദ്ദേഹത്തിന്റെ ചലനങ്ങളിൽ ഉടനീളം ഒരു രഹസ്യ സ്വഭാവം പ്രകടമായിരുന്നത് മാധവൻ നമ്പൂതിരി ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം എത്രയും വേഗം തൊഴുതു മടങ്ങാനായി ശ്രീകോവിലരികിലേക്ക് പോയി. ആദ്യം അമ്മാവനെ ചെന്ന് കാണുക തന്നെ. അമ്മാവന്റെ നിർദ്ദേശപ്രകാരമാകാം എന്തും. വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ മാത്രം ഇവിടെ വന്ന ഓർമ്മയുണ്ട്. അതിനുശേഷം പ്രകടമായ മാറ്റമൊന്നും ഗ്രാമത്തിനും ഉണ്ടായിട്ടുമില്ല. ഒരു കൊച്ചു വീട്ടിലായിരുന്നു അമ്മാവന്റെ വാസം. പുല്ലുമേഞ്ഞ വീട്. വീടെന്ന് പറയുന്നതിലും ഭേദം ഒരാശ്രമമെന്നോ പർണശാലയെന്നോ പറയുന്നതാവും. ആ പ്രശാന്തമായ അന്തരീക്ഷം വിട്ട് നാട്ടിലേക്ക് വരാൻ അമ്മാവന് തോന്നുന്നത് വെറുതെയല്ല. ക്ഷണത്തിൽ ക്ഷേത്രത്തിൽ നിന്നിറങ്ങി. രുദ്രൻ തിരുമേനി ഇപ്പോൾ ലക്ഷ്യം പോകിക്കാണും. അദ്ദേഹം പോയതെങ്ങോട്ടാണെന്ന് ആരാണോ നാം തിരക്കുക? ക്ഷേത്രദർശനം നടത്താൻ എത്തുന്നവരെ ആരും ശ്രദ്ധിച്ചെന്ന് വരില്ല. അപരിചിതരായാലും ഒന്നിലേറെ പ്രാവശ്യം ഒരു സ്ഥാനത്ത് കാണപ്പെട്ടാലേ ആരും ശ്രദ്ധിക്കാൻ തുടങ്ങൂ. അതുകൊണ്ട് പുറത്തുള്ള അന്വേഷണം വെറുതെ ആവുകയുള്ളൂ. മാധവൻ നമ്പൂതിരി അതിന് ശ്രമിച്ചില്ല. അദ്ദേഹം അതിവേഗം പുറത്തേക്കിറങ്ങി. കുറുക്ക് വഴിയിലൂടെ വെട്ട വഴിയിലെത്തി. ഒരിക്കൽ വന്നിരുന്ന ഓർമ്മകൾ വെച്ചുകൊണ്ട് വിഷ്ണുനാരായണ നമ്പൂതിരി താമസിച്ചിരുന്ന ഭാഗത്തേക്ക് അയാൾ നടന്നു തുടങ്ങി. രാത്രി വേദിറങ്ങാൻ തുടങ്ങിയിരുന്നു. രാപ്പാടികൾ പാടുവാൻ ആരംഭിച്ചു. വിജനമായ പാതയിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴും മാധവൻ നമ്പൂതിരി ആലോചിച്ചത് അമ്മാവനെക്കുറിച്ചായിരുന്നു. എന്തോ ചില അവ്യക്ത ചിന്തകൾ മനസ്സിനെ മതിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ സ്വപ്നദർശനത്തിൽ ആപത്ശങ്കയെ തോന്നുന്നുള്ളൂ. ഇരുട്ടിന്റെ ഇടവഴികളിലൂടെ അതിദ്രുതം നടകൊണ്ടു. ഒടുവിൽ ലക്ഷ്യസ്ഥാനം. കുടിലിന് മുന്നിൽ ശങ്കിച്ചു നിന്നു. വെളിച്ചം കാണാനില്ല. നീലവിളക്ക് കൊളുത്തിയില്ലെന്ന് തോന്നുന്നു. കുറച്ചകലെ കുഞ്ഞനാച്ചന്റെ വീട്ടിൽ പതിവിലേറെ വെളിച്ചങ്ങളും ആൾപെരുമാറ്റവും കാണാനുണ്ട്. അവിടെ ചെന്ന് അന്വേഷിക്കാൻ മനസ്സ് കൂട്ടാക്കിയില്ല. അമ്മാവനൊരിക്കലും ചിട്ട തെറ്റിക്കാറില്ല. ത്രിസന്ധ്യകളിലും രാമമുഹൂർത്തങ്ങളിലും തീർച്ചയായും നിലവിളക്ക് കൊളുത്തി നടവാതിക്കൽ വെക്കാറുണ്ട്. അതിനൊരിക്കലും മാറ്റം വരുത്താറില്ല. അമ്മാവൻ സ്ഥലത്തില്ലെന്ന് വരുമോ? ലക്ഷണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. മാധവൻ നമ്പൂതിരി മുറ്റത്തേക്ക് കയറി ചെന്നു. മാമാ ബഹുമാനത്തോടെ വിളിച്ചു. മാമന് വല്ല രോഗവും വന്ന് കിടപ്പിലാണോ എന്നും ഭയക്കാതിരുന്നില്ല. അങ്ങനെ സംഭവിച്ചാലും സ്വപ്നദർശനത്തിലൂടെ അറിയിക്കാം. ആഗ്രഹിക്കുന്നവരെ ഓർത്ത് ശയിച്ചാലും സ്വപ്നമുണ്ടാകാം. അവർ സ്വപ്നത്തിൽ പറയുന്നത് അതുപോലെ സത്യമാകണമെന്നില്ല. ഒട്ടേറെ ശരിയായിരിക്കുമെന്ന് തീർച്ച. മാമാ മാധവൻ നമ്പൂതിരി വീണ്ടും വിളിച്ചു. അപ്പോഴുമില്ല മറുപടി. കുടിലിന്റെ മുറ്റത്ത് ആൾപെരുമാറ്റം കണ്ടിട്ടോ എന്തോ ഒട്ടുമാറിയുള്ള ഒരു വീട്ടിലെ കാരണവർ അങ്ങോട്ട് വന്നു. ആരാ തിരക്കുന്നേ? ഞാൻ വിഷ്ണു നമ്പൂതിരിയുടെ മരുമകനാണ്. നാട്ടിൽ നിന്ന് വരുന്നു. അമ്മാവൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം നാട്ടിലേക്ക് പോയിട്ട് ദിവസങ്ങൾ കുറേയായല്ലോ. ദിവസങ്ങളല്ല, മാസങ്ങൾ എന്ന് തന്നെ പറയാം. ഇവിടുത്തെ വസ്തുക്കളെല്ലാം വിറ്റല്ലോ. കുഞ്ഞനാച്ചനെല്ലാം വാങ്ങിയത്. ആധാരം നടന്ന ദിവസം തന്നെ തിരുമേനി ഇവിടെ നിന്ന് തിരിച്ചതാണല്ലോ. ഒരു പക്ഷെ കച്ചേരിയിൽ നിന്ന് തന്നെ നാട്ടിലേക്ക് പോയിട്ടുണ്ടെന്നാണ് അറിവ്. വൃദ്ധനായ ആ മനുഷ്യൻ അത്ഭുതം കൂറി. മാധവൻ നമ്പൂതിരി ഉൾത്തടങ്ങളിൽ ഒരു വിസ്ഫോടനം നടന്നത് അയാൾ അറിഞ്ഞില്ല. തന്റെ ചില കണക്കുകൂട്ടലുകൾ ശരിയായി വരികയാണോ? മാധവൻ നമ്പൂതിരി പകച്ചു നിന്നു. ലക്ഷണം ശുഭമല്ല കുഞ്ഞനാച്ച. അപകട സൂചനയാണ് കാണുന്നത്. ഈ വീട്ടിൽ നിന്ന് ഒന്നല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. എല്ലാം നഷ്ടപ്പെടുമെന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത്. സംഗതി നിസ്സാരമല്ല. രുദ്രൻ നമ്പൂതിരി പാടിന്റെ നെറ്റിയിൽ സംശയത്തിന്റെ ചുളിവുകൾ വീണു. അണയാതെ നിന്ന് നിലവിളക്കിന്നാളം ഒരു ചെറുകാറ്റിലുഴഞ്ഞു. കുഞ്ഞനാച്ചൻ ജീവച്ഛമായി നിൽക്കുകയാണ്. ഒരു പോംവഴിയുമില്ലേ തിരുമേനി? അടിയനെ രക്ഷിക്കാൻ ഒരു പോംവഴിയും. ഇപ്പോൾ കുഞ്ഞനാച്ചൻ പൊട്ടിക്കരയുമെന്ന മട്ടിലായിരിക്കുന്നു.